ഗുഡ് മോർണിംഗ്. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞിരുന്നു കോൺ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ കോണിൻ്റെ സെക്ഷൻസ് തന്നെ ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. എ സെക്ടർ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ ഈസ് റോൾഡ് അപ്പ് ആൻഡ് മെയ്ഡ് എ കോൺ. ഫൈൻഡ് ഇറ്റ്സ് സ്ലാൻഡ് ഹൈറ്റ്, ബേസ്, റേഡിയസ് ആൻഡ് വോളിയം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 3 എണ്ണം കൊണ്ട് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. പക്ഷേ 5 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഇതാണ് സെക്ടർ. സെൻട്രൽ ആംഗിൾ വന്നിട്ടുണ്ട് 120, ആറ് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ആർ അല്ലേ. റേഡിയസ് തന്നിട്ടുണ്ട് 30 സെന്റിമീറ്റർ. ഇത് വെച്ചുണ്ടാക്കുന്ന കോൺ നിങ്ങൾക്കറിയാം, ഈ ആറും ഈ എല്ലും സ്ലാൻഡ് ഹൈറ്റും സെയിം ആയിരിക്കും. ഇത് രണ്ടും 30 ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതാണ്. ഇപ്പൊ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇപ്പൊ ആൻസർ പറഞ്ഞിരിക്കും. സ്ലാൻഡ് ഹൈറ്റ് ഇസ് ഈക്വൽ ടു, സ്ലാൻഡ് ഹൈറ്റിന്റെ എന്താണ്, എൽ ഇസ് ഈക്വൽ ടു, എല്ലാം കണ്ടുപിടിക്കാണ്ടോ, നേരിട്ട് അങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. എത്രയാണ്? 30 സെന്റിമീറ്റർ. അതെങ്ങനെയാണ്? ക്യാപിറ്റൽ ആർ. അതായത് സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും സ്ലാൻഡ് ഹൈറ്റ്. ഫസ്റ്റ് നിങ്ങൾ സോൾവ് ചെയ്തു. അടുത്ത ഇനി റേഡിയസ് കണ്ടുപിടിക്കണം. ആരുടെ? കോണിന്റെ റേഡിയസ്. ഫോർമുല ഉണ്ട്, കാണാതെ പഠിക്കണേ. ആർ ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് ബൈ 360 ഇൻറ്റു ക്യാപിറ്റൽ ആർ. ഇതാണ് അതിന്റെ ഫോർമുല. എക്സ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 120 ബൈ 360 ഇൻറ്റു ക്യാപിറ്റൽ ആർ എത്രയാണ്? 30. ക്യാൻസൽ ചെയ്യുവാണ്. 10 എത്രയാണ്? 10 സെന്റിമീറ്റർ. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടി ഇവിടെ? ഈ റേഡിയസ് എന്നുള്ളത് എത്ര കിട്ടി? 10 സെന്റിമീറ്റർ. രണ്ടാമത്തെ കിട്ടി. സിമ്പിളാണ്. ഇനി മൂന്നാമത്തെ മാത്രമേ ഉള്ളൂ ഇച്ചിരി കാൽക്കുലേഷൻ വരുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ വോളിയം? വോളിയം കണ്ടുപിടിക്കുന്ന ഫോർമുല, വോളിയം ഇസ് ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർഡ് എച്ച്. അപ്പം ആർ ഉണ്ട് ഇവിടെ, റേഡിയസ് നമുക്കറിയാം. റേഡിയസ് ഇപ്പം എത്രയെന്ന് കിട്ടി? 10 കിട്ടി. എച്ച് കണ്ടുപിടിക്കും. എച്ച് മാത്രം ഒന്ന് കണ്ടുപിടിക്കണം. എച്ച് ഇസ് ഈക്വൽ ടു, എവിടുന്ന് എച്ച് കണ്ടുപിടിക്കുക? ഇപ്പം ഇതാണ് എച്ച്. ഇപ്പം തന്നെ നിങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും അല്ലേ? എത്ര? ഇവിടെ 30, ഇവിടെ 10. എച്ച് കണ്ടുപിടിച്ചേ. ഏത് അപ്ലൈ ചെയ്യും? പൈതഗോറസ് തിയറം. ഹൈപ്പോട്ടന്യൂസും ഉണ്ട്, ബേസും ഉണ്ട്. അപ്പൊ എച്ച് ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇതൊരു മൈനസ് ബേസിന്റെ സ്ക്വയർ. എത്രയാണ്? 900 മൈനസ് 10ന്റെ സ്ക്വയർ 100 ഇസ് ഈക്വൽ ടു √800. ഞാൻ പൈതഗോറസ് തിയറം ഒക്കെ പറയാത്തത്, കൂടുതൽ ചെയ്യാത്തത് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് പിന്നെ അത് എടുത്തിരുന്നത്. കൂടുതൽ സമയം കളഞ്ഞല്ലോ. ഇനി 800ന് റൂട്ട് ഉണ്ടോ? പെർഫെക്റ്റ് റൂട്ട് ഉണ്ടോ? ഇല്ല. പെർഫെക്റ്റ് റൂട്ട് ഇല്ലാത്ത കാരണം ഒന്ന് കണ്ടു നോക്കാതെ നിങ്ങൾക്കും ഓർമ്മ. 2 കൊണ്ട് 4 2 8, ഈ 2 4, 100 50 25 5 5 1. ഒരുപോലുള്ളവരെ പെയർ ചെയ്തേ. 2, ഇവിടുന്ന് 2, ഇവിടുന്ന് 5. ഇപ്പം എത്ര വരും? ഇവരെല്ലാം കൂടെ ഇൻറ്റു ചെയ്യണം. 2 4 20 അല്ലേ? 20 √2 സെന്റിമീറ്റർ. എച്ചിന്റെ വില കിട്ടി 20 √2. അത് നമ്മൾ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാണ്. 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ എത്രയാണ്? 10 സ്ക്വയർ. 10 ആണ് അതിന്റെ സ്ക്വയർ, 10 സ്ക്വയർ. എച്ച് 20 √2. ഇതെല്ലാം ചെയ്യുവാണ്. 10ന്റെ സ്ക്വയർ 100 എഴുതാൻ വേണമെങ്കിൽ പൈ 100 ഇൻറ്റു 20 √2. നമ്മൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്. √2ന്റെ വില കണ്ടുപിടിക്കണം, പൈയുടെ വിലയൊക്കെ ഇട്ട് ഇൻറ്റു ചെയ്യണം. അത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നേരിട്ട് ഈ സംഖ്യകൾ മാത്രം 20 × 100 2000/3 പൈ √2 പൈ എന്നങ്ങ് എഴുതിയിട്ടാൽ മതി. അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ എഴുതാം. 2000 പൈ √2. 2000 പൈ √2 എന്നോ അല്ലെങ്കിൽ 2000/3 √2 പൈ എങ്ങനെ വേണമെങ്കിലും എഴുതിയോ, കുഴപ്പമൊന്നുമില്ല. അത്രയും സെന്റിമീറ്റർ ക്യൂബ് എന്ന് നിങ്ങൾക്ക് എഴുതാം. കാരണം √2ന്റെ പൈയുടെ ഒക്കെ വില കണ്ടുപിടിക്കാൻ ഒത്തിരി സമയം പോകും. നിങ്ങളെല്ലാം ചെയ്തതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ മാത്രം
എന്ത് ചെയ്യുക, ഇതിൻ്റെ വില കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഇട്ട് സെൻറ്റിമീറ്റർ ക്യൂബ് യൂണിറ്റ് എഴുതിയിട്ട് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, സിമ്പിളായിട്ടുള്ളതാണ്, എല്ലാം ഇതിനകത്തുണ്ട്. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു.